എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അംഗനവാടി ഉദ്ഘാടനം ചെയ്യാൻ പോണ പരിപാടിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിഷ്വൽസാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അംഗനവാടി എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ അംഗനവാടിയുടെ ഫ്രണ്ട് ഭാഗം കേട്ടോ. ചുറ്റും മതിലും ഗേറ്റും ഒക്കെ ഉണ്ട്. പിന്നെ കിണറുണ്ട്. കിണറൊക്കെ ഈ ഗ്രില്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അടച്ചിട്ടുണ്ട്. സെക്യൂറായിട്ടാണ് വെച്ചേക്കണത്. അപ്പോൾ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ച് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് നമ്മുടെ അംഗനവാടി കയറി നോക്കണ്ടേ, അംഗനവാടിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ നിൽക്കാണ് കേട്ടോ. അപ്പോൾ എൻട്രൻസിൽ തന്നെ ചോട്ടാ ഭീമും ചുക്കിയും അങ്ങനത്തെ ക്യാരക്ടേഴ്സിൻ്റെ പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്തൊക്കെ തവളയുടെ പടം, പിന്നെ അങ്ങനത്തെ ചിത്രങ്ങൾ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു അടുക്കളയുണ്ട്, സ്റ്റോർ റൂമുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ 2 ടോയ്ലറ്റും വാഷിംഗ് ബേസിനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ പുറത്ത് ഇതൊരു പുറത്തിങ്ങനെ ആവശ്യത്തിനുള്ള സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഇതിനേക്കാളും തീരെ സൗകര്യമില്ലാത്തൊക്കെ അംഗനവാടിയിൽ പഠിച്ചേക്കണത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഇങ്ങനെ നമ്മുടെ പിള്ളേരും ഇങ്ങനെ നല്ല സൗകര്യത്തോടു കൂടി പഠിക്കുമ്പോൾ. അപ്പോൾ AC ഉണ്ട്, ഫാനുണ്ട്, TV ഉണ്ട്, പിന്നെ നല്ല 2 ഹാളും അടുക്കളയും എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇരിക്കുന്ന ചേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ. നല്ല അംഗനവാടിയാണ്, എന്തായാലും കുട്ടികൾക്ക് നല്ല ഉപകാരപ്രദമാകും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ, എനിക്ക് ആ ചേട്ടനെ അറിയില്ല, പക്ഷെ എന്നാൽ ആ ചേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ വർത്താനം പറയുമ്പോൾ ആളുടെ മനസ്സിൽ ഒരു സന്തോഷം അതെനിക്ക് തോന്നി, നല്ല സന്തോഷത്തിലാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ പെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പോണ ചേച്ചിമാരുടെയൊക്കെ ഡാൻസ് ഉണ്ട്. അങ്ങനെ ഇന്ന് ഡാൻസും അങ്ങനെ കുറേ പ്രോഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. പിന്നെ അപ്പുറത്ത് ഉദ്ഘാടനത്തിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഉദ്ഘാടനം K. രാധാകൃഷ്ണനാണ് കേട്ടോ ഉദ്ഘാടനം ചെയ്തത്. പിന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അങ്ങനത്തെ മെയിൻ ആൾക്കാരൊക്കെ ഈ പരിപാടിയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഈ അംഗനവാടിയുടെ ടീച്ചർമാരുണ്ടല്ലോ മുമ്പ് പഠിപ്പിച്ചത്, ആ ടീച്ചർമാരെ അനുമോദിക്കണ പരിപാടി, അവരെ ഇങ്ങനെ പൊന്നാടൊക്കെ ഇട്ട് അങ്ങനെ അനുമോദിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ SSLC +2 അതിലൊക്കെ മാർക്ക് വാങ്ങിയ കുട്ടികളെ ആദരിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ മൊത്തത്തിൽ പരിപാടി നല്ല ഉഷാറായിട്ട് നടക്കുകയാണ്. അപ്പം ഞാനും ചിക്കും അംഗനവാടിയൊക്കെ കണ്ടു. പിന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി എല്ലാവരുടെ അടുത്തൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്. അത് ഇനി എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ, ഇനി എന്തെങ്കിലും നമുക്ക് പുതിയ പദ്ധതികളൊക്കെ ആരംഭിക്കുമ്പോൾ ഈ കെട്ടിടത്തിൻ്റെ മേളിൽ ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പ്ലാൻ ചെയ്തേക്കണത്. അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീതും ഉണ്ട് കേട്ടോ, ശ്രീതും ലച്ചും പിന്നെ സനു ചേട്ടൻ, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മുടെ പരിപാടിയിൽ. ഇവിടെ നമ്മുടെ പരിചയമുള്ള എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ചിക്കൊക്കെ കൂടിയിട്ടൊക്കെ ഇരുന്നു. ആദ്യം നമുക്ക് സീറ്റ് കിട്ടില്ല, പിന്നെ ഒരു 1/2-3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇരിക്കാനുള്ള സീറ്റൊക്കെ കിട്ടിയിട്ടാണ്. അങ്ങനെ 2 ചേച്ചിമാരുടെ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ തന്നെ പാട്ടുകളും കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പ്രോഗ്രാമൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പണം, അങ്ങനെ പല കാര്യങ്ങളും ഈ പരിപാടിയിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം മൊത്തത്തിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഇങ്ങനത്തെ ഈ പരിപാടി നടന്നതും. ഇങ്ങനത്തെ ഈ പ്രോഗ്രാം, അതായത് ഇങ്ങനത്തെ പദ്ധതികളൊക്കെ വന്നതുണ്ടല്ലോ, വലിയൊരു കാര്യമായിട്ടാണ് കേട്ടോ എനിക്കും ഫീൽ ചെയ്തത്. നമ്മളുടെ നാട്ടിലത്തെ കുട്ടികൾക്ക് നല്ല ഒരു സൗകര്യത്തോടു കൂടിയിട്ട് അംഗനവാടി വരാം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അങ്ങനെ ഞാനും ഭയങ്കര സന്തോഷമൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അംഗനവാടിയൊക്കെ കണ്ടപ്പോൾ ഞാനും ഞെട്ടിപ്പോയി. ഇങ്ങനെ നല്ല സൗകര്യവും അങ്ങനെയൊക്കെ. അപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ വന്ന രാധാകൃഷ്ണേട്ടൻ പോവാണ് കേട്ടോ. ഇവിടെ ചേലക്കരക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ ആളാണ് രാധേട്ടൻ എന്നൊക്കെ പറയാറ്. അങ്ങനെ ആളെല്ലാവർക്കും ടാറ്റൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പോയത്. എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ വിശേഷങ്ങളും ഷെയ്ക്കൻ്റെ ഒക്കെ കൊടുത്തിട്ടാണ് പോയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ആദരവും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചിമാരുടെ ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ചിക്കു ചേട്ടനൊക്കെ ഈ അംഗനവാടിയിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ അംഗനവാടിയല്ല, ഇതിൻ്റെ പഴയ അംഗനവാടി ഉണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാവരും ഇവിടുത്തെ പഴയ അംഗനവാടിയിൽ പഠിച്ചേക്കണത്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ പുതിയ അംഗനവാടിയിലാണ് പഠിക്കാൻ പോണത്. നമുക്ക് കേക്കൊക്കെ കിട്ടി. കേക്ക് എല്ലാവർക്കും കിട്ടിയൊന്നുമില്ല, കുറച്ചൊക്കെ കിട്ടിയുള്ളൂ കേട്ടോ. നമുക്കും കേക്കൊക്കെ കിട്ടി. പിന്നെ ചായയും വടയും ഒക്കെ കൊടുക്കണ്ടായിരുന്നു കേട്ടോ.
എനിക്കതൊന്നും കിട്ടിയില്ല. ഞാൻ പിന്നെ ചായയൊന്നും അങ്ങനെ അധികം കഴിക്കാറൊന്നുമില്ല. അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കണ്ടിരുന്നു കേട്ടോ. പൊതുവേ മഴയുള്ള കാലാവസ്ഥയായിരുന്നു. പക്ഷേ ഈ പരിപാടിയുടെ സമയത്ത് മഴയുണ്ടായിരുന്നില്ല കേട്ടോ. മഴയുണ്ടെങ്കിൽ പരിപാടി കുറച്ച് ഇതായി തന്നെ. മഴ സമയത്തൊക്കെ പരിപാടി ആക്കിയ എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ. മൊത്തത്തിൽ പരിപാടി നന്നായി, നല്ല അടിപൊളി പരിപാടിയൊക്കെ തന്നെയായിരുന്നു. എല്ലാ നാട്ടുകാരുടെയും സഹകരണത്തോടു കൂടിയിട്ട പരിപാടി നടത്തിയത്. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പം ഞങ്ങളും അതൊക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ കണ്ട് പിള്ളേരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ചേച്ചിമാരുടെ പാട്ടും അങ്ങനെയൊക്കെ പരിപാടിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് പോയിട്ടാണ്. അപ്പോൾ വീട്ടിലൊക്കെ പോയപ്പോൾ മഴയെ കാരണം മരമൊക്കെ വീണിട്ട് കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു കേട്ടോ.